الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وأيوب إذ نادى ربه أني مسني الضر وأنت أرحم الراحمين يا أيها الناس اتقوا الله وعباد الله ബഹുമാനമുള്ള വിശ്വാസികളെ പ്രപഞ്ച സൃഷ്ടാവായ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമേ എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്. നബീന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും രോഗങ്ങൾ ഷാഫിയായ റബ്ബ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ചെറിയ മക്കൾക്ക് പലവിധ രീതിയിലുള്ള രോഗങ്ങളും കൊണ്ട് കഷ്ടപ്പെടുകയാണ്. ആ എല്ലാ ചെറിയ മക്കളെയും അല്ലാഹു സൗഖ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഒരു സഹോദരനും അദ്ദേഹത്തിന്റെ പുത്രനും നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ സൗഖ്യം, അദ്ദേഹത്തിന്റെ രോഗങ്ങൾ അല്ലാഹു സൗഖ്യമാക്കി കൊടുക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരിമാരെ, ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് പ്രവാചകന്മാർ എന്ന് നമുക്കറിയാം.
പ്രവാചകന്മാരുടെ പ്രാർത്ഥനാ രീതിയാണ് ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഖുതുബയിലൂടെ ഉദ്ബോധിപ്പിക്കുന്നത്. നമ്മൾ ആരെയാണോ ആരാധിക്കുന്നത് അവനോട് തന്നെ പ്രാർത്ഥിക്കണം എന്നതാണ് പരിശുദ്ധ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് പഠിപ്പിച്ചു തരുന്നു, വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുത്അ ബിഇദ്നില്ലാഹ്. അല്ലാഹുവിന്റെ ഉത്തരവുപ്രകാരം അനുസരിക്കപ്പെടുവാൻ വേണ്ടിയല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല. അപ്പോൾ പ്രവാചകന്മാരെ അനുസരിക്കുക എന്നത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ബാധ്യതയായിട്ട് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം എന്ന് പറഞ്ഞാല് നമ്മുടെ നാട്ടിൽ ഇന്ന് നമ്മൾ കാണുന്ന പ്രാർത്ഥനാ രീതികൾ നോക്കിയാൽ വെള്ളിയാഴ്ച രാവിലെ ജനങ്ങൾ കടന്നിട്ട് എത്രത്തോളം ബഹളം വെക്കുമോ, ബൊബ്ബയിടുമോ, അതുപോലെ ബഹളമിട്ടുകൊണ്ട് മറ്റുള്ളവരെ എല്ലാം ശല്യപ്പെടുത്തിക്കൊണ്ടുള്ള പ്രാർത്ഥനാ രീതിയാണ് നമ്മൾ കാണുന്നത്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന പ്രാർത്ഥനാ രീതി ഓരോ പ്രവാചകന്മാരെയും പരിശോധിച്ചാൽ അവർ അല്ലാഹുവോട് കേണപേക്ഷിക്കുന്ന രീതി പ്രത്യേകമായിട്ട് നമ്മൾ പഠിച്ചു. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ നമുക്ക് കാണാം, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ രക്ഷിതാവിനെ വിളിച്ചു, ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ്യാ. തന്റെ രക്ഷിതാവിനെ വിളിച്ച് രഹസ്യമായിട്ട് സംഭാഷണം നടത്തുന്ന പോലെ. അപ്പൊ നമ്മുടെ പ്രവാചകന്മാരുടെ പ്രാർത്ഥന രീതിയിൽപ്പെട്ടതാണ് മറ്റുള്ളവർക്ക് ശല്യമുണ്ടാകാതെ നമ്മുടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം റബ്ബിന്റെ മുമ്പിലേക്ക് പറയുക. അതുകൊണ്ട് ആ പ്രവാചകന്മാരെ നമ്മൾ അനുസരിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരത്തിന് ശേഷമൊക്കെ നമുക്ക് കിട്ടുന്ന സമയങ്ങളിൽ പ്രവാചകന്മാർ പ്രാർത്ഥിച്ച രീതിയിൽ നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം നമ്മൾ ആരാധിക്കപ്പെടുന്ന റബ്ബിനേക്ക് പറയുവാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയുള്ള വിശ്വാസികളിൽ പെടുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അല്ലാഹു അങ്ങനെയുള്ള വിശ്വാസികളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രബോധനം ചെയ്യുന്ന സമയത്ത് ആ മഹാനവറുകളുടെ ജീവിതത്തിന്റെ മുക്കാൽ ഭാവം കഴിഞ്ഞു. ഒരു മക്കളില്ലാതെ വിഷമിക്കുക. മക്കളില്ലാതെ വിഷമിക്കുമ്പോൾ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവോട് പറഞ്ഞ വിഷയം എന്താ? വസക്കരിയ ഇദ് നാദാ റബ്ബഹു റബ്ബി. എന്റെ രക്ഷിതാവേ, ലാ തദർനി ഫർദാ. എന്റെ രക്ഷിതാവേ, നീ എന്നെ ഏകനായിട്ട് വിടരുത്. കാരണം എന്താ? തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണാം, ഏകനായി വിടരുത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒറ്റക്ക് ജീവിച്ചിട്ട് തന്റെ സ്വത്തും സമ്പാദ്യമെല്ലാം ഏൽപ്പിച്ചിട്ട് പോകാൻ ഒരാളെയല്ല ഉദ്ദേശിക്കുന്നത്. ലാ തദർനി ഫർദാ, എന്നെ ഏകനായിട്ട് വിടരുത് എന്ന് പറഞ്ഞാൽ എനിക്കൊരു സന്താന പരമ്പര ഉണ്ടാകണം. എന്തിനു വേണ്ടിയാണ്? പരിശുദ്ധമായ ഈ ദീനുണ്ടല്ലോ, ഈ ദീൻ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ, എന്നിലൂടെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരു സന്തതി പരമ്പര നിർത്തി തരണേ അല്ലാഹ്. വഅന്ത ഖൈറുൽ വാരിസീൻ. നീയാണല്ലോ അനന്തരാവകാശം എടുക്കുന്നവരിൽ ഏറ്റവും ഉത്തമൻ, നീയാണല്ലോ നാഥാ. ഇതാണ് പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ നിരാശ ഉണ്ടാവുകയില്ല. നമ്മളാണെങ്കിൽ ഒരു 30 വയസ്സൊക്കെ കഴിഞ്ഞ എന്നാണ് മക്കളുണ്ടാകാതെ വിഷമിക്കുകയാണെങ്കിൽ എന്തെല്ലാം ചികിത്സ പല രീതിയിൽ പരാജയപ്പെട്ട അവസ്ഥയിലേക്കാണ്. ഇത് മുടിയൊക്കെ നരച്ച് എല്ലുകളൊക്കെ ബലഹീനമായതിനു ശേഷം റബ്ബേ, നീയാണല്ലോ അനന്തരാവകാശം എടുക്കുന്നവരെ ഏറ്റവും ഉത്തമൻ. നമ്മുടെ പിൻഗാമികളുണ്ടോ, അത് നിലനിൽക്കണമോ എന്ന് തീരുമാനിക്കുന്ന നമ്മളല്ല, അത് അല്ലാഹുവാണ്. ദീന് പ്രബോധനം ചെയ്യുന്ന ഒരു കുഞ്ഞിനെയാണ് സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആഗ്രഹിച്ചത്. അല്ലാഹു അതുപോലെ തന്നെ കൊടുക്കുകയും ചെയ്തു. ഇതുപോലെയുള്ള പ്രാർത്ഥനകളായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക.
കാരണം നമ്മൾ പ്രാർത്ഥിക്കുന്ന അള്ളാഹുവോടാണ്. പ്രാർത്ഥനയിൽ നിരാശ ഉണ്ടാകാൻ പാടില്ല. ഇനി നമ്മള് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന എടുത്ത് നോക്കും. ധാരാളം കുടുംബ വിഷയങ്ങൾക്ക് നമുക്ക് പഠിക്കാനുള്ള ഒരു പ്രവാചകനാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്ക് കാണാം. വഅയ്യൂബ് ഇദ് നാദാ അന്നീ മസ്സനിയൽ ദുർ വഅൻത അർഹമുർ റഹീമീൻ. അയ്യൂബിനെയും ഓർക്കുക, തന്റെ രക്ഷിതാവിനെ വിളിച്ചുകൊണ്ട് അല്ലാഹുവോട് ആ മഹാനവർകൾ ഇങ്ങനെ പറഞ്ഞു, അന്നേ മസ്സനിയൽ ദുർ, യാ റബ്ബേ എനിക്ക് കഷ്ടപ്പാട് ബാധിച്ചിരിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ അടുത്ത വചനത്തിൽ എന്താ പറയുന്നത്? വഅൻത അർഹമുർ റഹീമീൻ. കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവൻ നീ തന്നെയല്ലേ. ഒരു സാധാരണ ഈമാനുള്ളവർക്ക് ഒന്നും ഈമാന്റെ അങ്ങേ അറ്റത്തെ ഏറ്റവും അമൂർത്തമായിട്ടുള്ള നല്ല ഈമാനുള്ളവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു വചനമാണ്. നമ്മളിന്ന് രോഗം കൊണ്ട്, നമ്മൾ ഏതെങ്കിലും രോഗം കൊണ്ട് ഹോസ്പിറ്റലിൽ കിടന്നാലേ നമുക്ക് പറയാൻ സാധിക്കും, അല്ലാഹുവേ നീ റഹ്മാനാണ്, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല കാരുണ്യമുള്ളവനാണെന്ന് ഒരു മനുഷ്യന് സാധാരണക്കാർക്കൊന്നും പറയാൻ സാധിക്കും. അതാണ് എന്താണോ റബ്ബിനെ വിളിക്കുന്നത്, എത്ര കഷ്ടപ്പാടിലും നീ കാരുണ്യവാനാണ് എന്ന വിശേഷണം. നമ്മൾ ആരോടാണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥന നമുക്ക് ലഭിക്കണമെങ്കിൽ ആ അള്ളാഹുവിന്റെ വിശേഷണം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മൾ ശ്രമിക്കണം, ഏത് കഷ്ടപ്പാടിൽ പോലും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കൂ, ഈ പ്രവാചകന്മാർ അള്ളാഹുവോട് പ്രാർത്ഥിച്ചു എന്ന് തന്നെ മാത്രമല്ല, അവരുടെ ജീവിതം നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാം, ഇന്നഹും കാനൂ യസാരിഊന ഫിൽ ഖൈറാത്ത്. പ്രവാചകന്മാർ അള്ളാഹുവിനെ ആരാധിച്ചു, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചു. ഇന്നഹും അവർ ആയിരുന്നു കാനൂ യസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മകൾക്ക് വേണ്ടി അവർ മത്സരിക്കുകയും ചെയ്തിരുന്നു. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം തന്നെ നമ്മൾ ആലോചിച്ച് നോക്കും. കുടുംബത്തിലുള്ള ആൾക്കാര് രോഗം വന്നു, നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്ക് രോഗം വന്നാൽ സാധാരണ ആൾക്കാർ എന്താ ചെയ്യുന്നത്? നല്ല വിശ്വാസികളായിട്ടുള്ള ആൾക്കാർ അവരെ എങ്ങനെയും സഹായിക്കുകയും അവരുടെ രോഗിയുടെ കൂടെ നിന്ന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. മറ്റു ചില ആൾക്കാര് അവരെന്താ ചിന്തിക്കുന്നത്? ഇദ്ദേഹത്തിന് ഭയങ്കര രോഗം വന്നിരിക്കും, ഇനി മാറി നിൽക്കുന്നതാണ് നല്ലത്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് കടം ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും, അല്ലെ നമ്മൾ കൊടുക്കേണ്ടി വന്നിരിക്കും. തന്നെയുമല്ല, രോഗം വന്ന കുടുംബത്തിൽ നിന്ന് ചില ആൾക്കാർ വിട്ടു നിൽക്കുകയും ചെയ്യും. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രോഗം വന്നപ്പോൾ അങ്ങനെ തന്നെയാണ് സംഭവിച്ചത്. ആൾക്കാരെല്ലാരും, കുടുംബക്കാരെല്ലാരും, ബന്ധുക്കാരെല്ലാരും അകന്നുപോയി. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പാഠം, കൂടെ നിന്നത് ഭാര്യ മാത്രമാണ്. അങ്ങനെയുള്ള ഭാര്യമാർ ഉണ്ടാകുവാൻ വേണ്ടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്ത്രീകളെ കിട്ടുവാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. വിവാഹം കഴിക്കുന്നതിന് മുമ്പുള്ള ചെറുപ്പക്കാർ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഭർത്താവിന്റെ കൂടെ നിന്നത് ഭാര്യ മാത്രമാണ്. ഇനി അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദുആ ചെയ്ത, അല്ലാഹുവോട് ദുആ ചെയ്തു, അവസാനം അല്ലാഹു ശിഫ ചെയ്തു കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. പ്രവാചകന്മാരുടെ സ്വഭാവമായിരുന്നു അവർ നന്മകൾക്ക് വേണ്ടി മത്സരിക്കുമായിരുന്നു. അകന്നുപോയ ആൾക്കാരെ ഉണ്ടല്ലോ, അവരോട് പറഞ്ഞു, നിങ്ങൾ അടുത്ത് വന്നേ. കാരണം എന്താ? പ്രവാചകന്മാരുടെ സ്വഭാവമാണത്. എനിക്ക് രോഗം വന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ എന്നെ വിട്ടുപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങളോടൊരു ബന്ധവുമില്ല എന്നല്ല പറഞ്ഞത്. അകന്നുപോയവരെ അടുപ്പിച്ചു. സാമ്പത്തികമായി സഹായം ചെയ്യാത്ത ആൾക്കാരുണ്ടല്ലോ, വീണ്ടും അവരുടെ പ്രയാസങ്ങൾ കണ്ട് അവരെ സഹായിക്കുകയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്തത്. ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. സഹോദരന്മാരെ, സഹോദരിമാരെ, നമുക്ക് ഇങ്ങനെ ഒരു ഗുണമുണ്ടാകണം. പ്രവാചകന്മാർ അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥിച്ച സമയത്ത് അല്ലാഹു ഉത്തരം കൊടുത്തില്ല. പിന്നീട് ഒരു സമയത്ത് അവർക്ക് ഉത്തരം ചെയ്തപ്പോൾ അവരുടെ കൂടെ ആരുമില്ല. പക്ഷെ അവര് നന്മ കൊണ്ട്, അല്ലെങ്കിൽ നന്മയിൽ മത്സരിക്കുന്നവരായിരുന്നത് കൊണ്ട് അകന്നുപോയ കുടുംബക്കാരെല്ലാം വീണ്ടും ചേർത്ത് പിടിച്ചു. നമുക്കതിന് കഴിയണം. സാധാരണ നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നമായി, സാമ്പത്തിക ബുദ്ധിമുട്ടായി,
പിന്നെ നമ്മുടെ സഹോദരന്മാരോ അല്ലെങ്കിൽ കുടുംബക്കാരും സഹായിച്ചില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സാധാരണ ചെയ്യുന്നത് കണ്ട, ഞാനൊരു ബുദ്ധിമുട്ടിയിരുന്ന സമയത്ത്, ഒരു പ്രതിസന്ധിയിലായിരുന്ന സമയത്ത് എന്നെ അവർ കൈവിട്ടു, അതുകൊണ്ട് ഞാനും കൈവിട്ടു. സഹോദരന്മാരെ, സഹോദരിമാരെ, മുസ്ലിം സഹോദരന്മാരെ, അത് പ്രവാചകന്മാരുടെ മാതൃകയല്ല. നമ്മൾ വീണ്ടും നമ്മളെ കൈയൊഴിഞ്ഞവരെ വീണ്ടും നമ്മൾ വാരിപ്പുണരാൻ നമ്മൾ തയ്യാറാകണം. അതായിരുന്നു ആരുടെ സ്വഭാവം? പ്രവാചകന്മാരുടെ സ്വഭാവം. അവർ അല്ലാഹുവിനെ ആരാധിച്ചു, അല്ലാഹുവോട് പ്രാർത്ഥിച്ചു, നന്മയിലൂടെ മത്സരിച്ചു. ആ നന്മയിലൂടെയുള്ള മത്സരം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റാൻ നമ്മൾ ശ്രമിക്കണം. തന്നെയുമല്ല, പ്രവാചകന്മാരുടെ പ്രാർത്ഥനയിൽ നമുക്ക് കാണാം, അവർ ആശിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. അവരുടെ ആശകൾ മുറിഞ്ഞു പോകാറില്ല, അവരുടെ പ്രതീക്ഷകൾ തകർന്നു പോകാറില്ല, അവരൊരിക്കലും നിരാശപ്പെടുകയില്ല. അവരുടെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? അവരൊരിക്കലും നിരാശപ്പെടാതെ കൊണ്ട് ഇങ്ങനെയുള്ള പ്രാർത്ഥനയായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത്. നമ്മുടെ ആശ മുറിഞ്ഞു പോകാൻ പാടില്ല. അല്ലാഹുവോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഉത്തരം കിട്ടിയില്ല എന്ന ചിന്ത നമുക്ക് ഉണ്ടാകാൻ പാടില്ല. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇന്ന് മുസ്ലിം സഹോദരന്മാർക്കിടയിൽ ഒരു കാര്യം പ്രാർത്ഥിച്ചു, ഒരു സദസ്സിൽ, ഒരു മജീസിലേക്ക് പോയി പറഞ്ഞു, അത് കിട്ടിയില്ല, അവരടുത്ത മജീസിലേക്ക് പോകും. അപ്പൊ അവരും വിചാരിക്കണം, അവിടെ പ്രാർത്ഥിച്ചിട്ട് കിട്ടിയില്ല, അവിടെ ഗുണമില്ല, ഇവിടെ ഗുണമുണ്ട്. ഇങ്ങനെയല്ല, അവർ നമ്മോട് പ്രാർത്ഥിക്കുന്നവരായിരുന്നു. ആശിച്ചുകൊണ്ടും പ്രതീക്ഷ നഷ്ടപ്പെടാതെ കൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും പ്രാർത്ഥിച്ചിരുന്നവരായിരുന്നു. And they used to call us with hope and fear, hoping for the reward and punishment. ഹോപ്പ് എന്തിനു വേണ്ടിയാണ്? റിവാർഡിന് വേണ്ടി. അതുപോലെ പിന്നെ റഹബൻ എന്ന് പറഞ്ഞാൽ എന്താ? ഭയപ്പെട്ടുകൊണ്ട്. അല്ലാഹുവിന്റെ നമ്മൾ ചെയ്യുന്ന നന്മകളായിരിക്കും നമ്മൾ ചെയ്യുന്നത്, പക്ഷെ അത് അല്ലാഹു സ്വീകരിക്കുമോ? അതുപോലെ അല്ലാഹു സൃഷ്ടിച്ചിരിക്കുന്ന നരകത്തെ ഭയപ്പെട്ടുകൊണ്ട്. അപ്പൊ രണ്ട് രീതിയിലുണ്ട്, ഹോപ്പിങ്ങും വേണം, അതുപോലെ തന്നെ ഫിയറിങ്ങും വേണം. സഹോദരന്മാരെ, സഹോദരിമാരെ, ഇത് അവരുടെ സ്വഭാവമായിരുന്നു. പ്രവാചകന്മാര് പ്രാർത്ഥിച്ചിരുന്ന രീതികള്, അവരുടെ ജീവിതത്തിന്റെ രീതികള്. തന്നെയുമല്ല, അവർ നമ്മോട് താഴ്മ കാണിക്കുന്നവരായിരുന്നു. അല്ലാഹുവിന്റെ അടുത്ത് ഭയഭക്തി കാണിക്കുന്നവരായിരുന്നു. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയല്ല, മറ്റുള്ളവരുടെ അടുത്ത് ആക്ട് കാണിക്കാൻ വേണ്ടിയല്ല, അല്ലാഹുവിന്റെ അടുത്ത് ഇതായിരുന്നു സഹോദരന്മാരെ, സഹോദരിമാരെ, പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ. വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാവുന്ന ചരിത്രമാണ്, വളരെ ലളിതമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റിയ ചരിത്രമാണ് പ്രവാചകന്മാരുടെ ചരിത്രം. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ നമ്മുടെ ജീവിതത്തില് ഈ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ നടത്തുന്നവരാണ്. ആദ്യത്തെ പ്രവാചകന്മാര് മുതല്, നബിമാര് മുതല് അന്ത്യപ്രവാചകൻ വരെയുള്ള ആ പ്രാർത്ഥനകൾ എടുത്ത് നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും. നമുക്ക് അറിയാം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ സബ്മിഷൻ, സമർപ്പണമാണ്. ഈ ഇസ്ലാം, അല്ലാഹുവേ ഞാൻ നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാം? ആദ്യ നബി മുതൽ അന്ത്യ നബി വരെയുള്ള പ്രാർത്ഥനകൾ പരിശോധിച്ചിട്ട് അവസാനം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമ്മൾ കിടന്നുറങ്ങാൻ പോണ അവസാന സമയത്ത് നമ്മൾ അല്ലാഹുവോട് പറയുന്നുണ്ട്. ഏത്? നമ്മള് വിരിപ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബിസ്മിക റബ്ബി വദഅതു ജംബി എന്ന് പറയുന്ന പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത്. അതിന്റെ രണ്ടാമത്തെ ആ പ്രാർത്ഥന നമ്മൾ എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക വഫഖ്വലതു അംരി ഇലൈക എന്ന് പറയുന്ന അതില് നമ്മൾ പറയുന്നത് എന്താ? അല്ലാഹുമ്മ ഇന്നി അസ്ലംതു, ഞാൻ അല്ലാഹുവേ നിനക്ക് കീഴ്പ്പെട്ട ഒരു മുസ്ലിമാണ്, ഞാൻ നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ്. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ലെങ്കിൽ സഹോദരന്മാരെ, സഹോദരിമാരെ, നമ്മൾ ആ പ്രാർത്ഥന പഠിക്കാത്തവരുണ്ടെങ്കിൽ അത് നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ആ പ്രാർത്ഥന നോക്കി നമ്മൾ പഠിക്കണം. ഒരു മുസ്ലിം ആ പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ നമ്മൾ ഉറങ്ങിയാല് നമ്മൾ എന്താ? അല്ലാഹുവേ ഞാൻ മുസ്ലിം അല്ലാതെ ഉള്ള പ്രതിജ്ഞ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മുടെ ജീവിതത്തില് ആദ്യ നബി ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യ നബി വരെ പഠിപ്പിച്ച പ്രാർത്ഥന നമ്മൾ പഠിക്കുന്നതോടൊപ്പം
ഞാനൊരു മുസ്ലിമാണ്, ഞാൻ അള്ളാഹുവിനെ അനുസരിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അവസാനത്തെ ഉറക്കത്തിന്റെ സമയത്ത് ആ പ്രാർത്ഥന രണ്ടാമത്തെ ഭാഗത്താണ്. അതിലാണ് നമ്മൾ പറയുന്നത് അല്ലാഹുമ്മ ഇന്നി അസ്ലംതു വജ്ഹി ഇലൈക, അല്ലാഹുവേ ഞാനിതാ എന്റെ മുഖത്തെ നിന്നിലേക്ക് അടുപ്പിച്ചിരിക്കുന്നു, നിന്നിലേക്ക് വെച്ചിരിക്കുന്നു എന്ന് സമർപ്പിച്ചിരിക്കുന്നു, സമർപ്പണം ചെയ്യുകയാണ്. ആ പ്രാർത്ഥന ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പറയുന്നു റഗ്ബത്തൻ വറഗ്ബത്തൻ ഇലൈക. പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥനയിൽ നമുക്ക് കാണാം വയദൂനനാ റഗബം വറഹബ, ആശിച്ചുകൊണ്ടും ഭയപ്പെട്ടുകൊണ്ടും അവർ നമ്മോട് പ്രാർത്ഥിച്ചവരായിരുന്നു പ്രവാചകന്മാര്. അതേ വാചനം തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയിൽ ഉറങ്ങാൻ കിടക്കുന്ന പ്രാർത്ഥനയുടെ അവസാന ഭാഗത്ത് നമ്മൾ പറയുന്നില്ലേ റഹ്ബത്തൻ വറഹബത്തൻ ഇലൈക, അല്ലാഹുവേ ഞാൻ പ്രതീക്ഷയോടും ഭയപ്പാടോടുകൂടി നിന്നിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മൾ അല്ലാഹുവോട് പറയുന്നത് എന്താണോ പ്രവാചകന്മാർ പ്രാർത്ഥിച്ചത് അതേ വചനം പറയാതെ ഒരു മുസ്ലിമും ഒരു തൗഹീദ് മനസ്സിലാക്കിയ ആൾക്കാരും ഉറങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ തൗഹീദിന്റെ ആ ക്വാളിറ്റിയുള്ള ആൾക്കാരായിട്ട് മാറും. നമുക്ക് ഈ പ്രാർത്ഥനകൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കതെടുത്ത് നമ്മുടെ വീട്ടിലിരുന്നിട്ട് വായിച്ച് പഠിച്ച് ചെയ്യാം. സഹോദരന്മാരെ അതിലൊന്നും ഒരു ക്ഷേമവും നാണക്കേടുമില്ല. അത് എത്ര വയസ്സായാലും അത് ഇൽമിന്റെ വിഷയത്തിൽ അല്ലാഹു നമുക്ക് നമ്മളെ കണ്ടിട്ട് നമ്മുടെ പിന്നീട് വരുന്ന തലമുറ ഭാര്യയും കുട്ടികളെയൊക്കെ അനുകരിക്കുന്നുണ്ടാകും. എന്റെ ഉപ്പ അവസാന സമയത്ത് അതറിയാതെ വന്നിട്ട് ബാപ്പ അതെടുത്ത് പഠിച്ചു എന്ന് പറഞ്ഞാൽ ഏറ്റവും പുണ്യകരമായ കാര്യമാണ്. അതിലൊരു ക്ഷേമമില്ല. അല്ലാതെ എന്റെ ബാപ്പ 50-60 വയസ്സ് ഇപ്പാത്ര പ്രാർത്ഥന അറിയില്ല എന്നൊരു ചിന്ത ഒരു വിശ്വാസികൾക്കും ഉണ്ടാകാൻ പാടില്ല. തൗഹീദിന്റെ ഈ ഭവനം ഉണ്ടായതിനാ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണോ ദീൻ നിലനിർത്തിയത് അതുപോലെ ദീന് പഠിക്കുവാനും വളർത്തുവാനും വേണ്ടിയാണ്. അപ്പൊ നമുക്കറിയാൻ പാടില്ലാത്ത കാര്യം പ്രവാചകന്മാർ പ്രാർത്ഥിച്ച പ്രാർത്ഥന നമുക്കറിയാം. ആ പ്രാർത്ഥനയുടെ വചനങ്ങൾ ഒന്ന് റഗബൻ, ഒന്ന് വൈനാണ്, പിന്നെ ഹാവാണ്. ഈ 2 അക്ഷരങ്ങൾ റഗബത്തൻ റഹബത്തൻ, ഒന്നിന് കാറ്റ് വരുന്ന ഒന്ന് ശബ്ദം നീളുന്ന വാക്കുകളാണ്. അപ്പൊ അത് അറിഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഉറങ്ങാൻ നമ്മൾ തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ സഹോദരിമാരെ പ്രവാചകന്മാരുടെ ജീവിത രീതി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. അങ്ങനെ പ്രവാചകന്മാര് പ്രാർത്ഥിച്ചതുപോലെയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി അൽദി ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ഒരിക്കൽ കൂടി അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുക. സഹോദരന്മാരെ നമ്മൾ ഈ പരിശുദ്ധമായ ദീനിൽ നിന്ന് അകന്നു പോകുകയാണ്, അല്ലെങ്കിൽ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്ന് വിട്ടു നിന്നാല് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ആദർശങ്ങളും ആശയങ്ങളും എടുക്കും. അതിനുള്ള ഉദാഹരണമാണ് ഞാൻ കഴിഞ്ഞ ഖുതുബയിൽ സൂചിപ്പിച്ചത്. പുതിയൊരു ദിക്ർ അനെ ജാമസ്, ഞാൻ പോത്താണി എന്ന് പറയുന്ന ഒരു ദിക്ർ സമസ്തക്കാർ ചൊല്ലി നടക്കുന്നതാണ്. ഇന്ന് ഈ ആഴ്ചയിൽ പുതിയൊരു ദീൻ അവർക്ക് കിട്ടും, ദിക്ർ ജാഥ. നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ്. ദിക്ർ ആയിട്ട് ഒരു ദിക്ർ ജാഥ എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഒക്കെ ആക്കിയിട്ട് വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ പോകാൻ പോവുകയാണ്. അപ്പൊ ഈ സമസ്ത ആൾക്കാർ ഇങ്ങനെ ദിക്ർ ജാഥ നടത്തി വലിയ പോസ്റ്ററൊക്കെ ആയിട്ട് പോകുന്നതിന് തൊട്ട് മുമ്പ് ആ വഴിയിറമ്പത്ത് ചെറിയ മക്കള്, ചിന്തിക്കുന്ന ചെറുപ്പക്കാരൻ മറ്റൊരു ഗ്രൂപ്പായിട്ട് നിൽക്കും. അവരുടെ കയ്യിലും ഫ്ലെക്സ് ഉണ്ട്. അവരുടെ കയ്യിലുള്ള ഫ്ലെക്സിൽ കാണിച്ചിരിക്കുന്നത് ഫലസ്തീനിൽ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ട മക്കളുടെ ഫോട്ടോകളാണ്. അപ്പൊ ചിന്തിക്കുന്ന ചെറുപ്പക്കാരും അതുപോലെ ചെറിയ മക്കളും ഒരു ഭാഗത്ത്, കുറെ തലക്കെട്ട് കെട്ടിയ പൗരോഹിത്യത്തിന്റെ പുരോഹിതന്മാര് മറ്റൊരു ഭാഗത്ത്. പൗരോഹിത്യത്തിന്റെ കയ്യിലിരിക്കുന്നത് ദിക്ർ ജാഥ, ചെറിയ മക്കളുടെ കയ്യിലിരിക്കുന്ന ഫലസ്തീന് വേണ്ടിയുള്ള പ്ലേ കാർഡുകളും അതുപോലെ തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുമില്ല. സഹോദരന്മാരെ അതിനിടയ്ക്ക് കേരളത്തിലുള്ള ഒരു അറബി അധ്യാപകൻ ഫലസ്തീനിലെ മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ അവിടെ മരിച്ചു വീഴുന്ന മക്കളെ കുറിച്ച് ഒരു കവിത വീഴും. ആ കവിതയൊക്കെ നിങ്ങൾ കേട്ട് കാണും. വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കവിതയാണ്. മുസ്ലിം സഹോദരന്മാരുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അല്ലാഹുവോട് പ്രാർത്ഥിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. തൗഹീദിന്റെ
നമ്മുടെ കുടുംബത്തുള്ള പ്രശ്നങ്ങളിൽ നമുക്ക് സോൾവ് ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ, അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പോലെ സാധിച്ചില്ല എങ്കിൽ നമ്മൾ തൗഹീദ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെയാണ് ആ മുസ്ലിം സഹോദരൻ തന്റെ സഹോദരികളെയും ഉമ്മമാരെയും അതുപോലെ തന്നെ ഉപ്പമാരെയും വൃദ്ധരായിട്ടുള്ള ആൾക്കാരെയും ഫലസ്തീനിൽ നിഷ്ഠൂരമായി കൊല ചെയ്യുന്നത് കൊണ്ട് ആ സഹോദരൻ എഴുതി, ഗാസ തെരുവിലെ ചോര കണ്ടോ ഞാനും എഴുതിട്ടൊരു കണ്ണീർ കാലം കാവ്യം എന്ന് പറഞ്ഞൊരു കവിത. പക്ഷെ ആ സഹോദരൻ ഇങ്ങനെ എഴുതി വന്നതിന്റെ കൂടെ ലോക മുസ്ലിങ്ങളെ ചിന്തിപ്പിക്കുന്ന ഒരു വരിയുണ്ട്. ഒരു കുഞ്ഞിന്റെ ആത്മാവ് പറയുന്നതായിട്ട്, മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം. ലോക മുസ്ലിങ്ങളോട് ഫലസ്തീനിലെ ഒരു കുഞ്ഞിന്റെ ആത്മാവ് പറയുന്നത്, മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ. നമ്മളത് ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം അവർ മരിക്കാൻ ഒരു കാരണക്കാര് ലോക മുസ്ലിങ്ങൾക്ക് ഉണ്ട് എന്നാണ് അതിൽ തരുന്ന ഒരു പാഠം. അങ്ങനെയുള്ള ചിന്തിക്കേണ്ട സമയത്ത് ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾ എന്ന് അവകാശപ്പെടുന്ന ഭൂരിഭാഗം ആൾക്കാർ ദിക്ർജാഥ, മറുഭാഗത്ത് ചിന്തിക്കുന്ന ചെറിയ ചെറിയ മക്കളുടെ കയ്യിൽ പ്ലേ കാർഡ് എന്താ, ഫലസ്തീനിലെ അക്രമം അവസാനിപ്പിക്കും. രണ്ടും നിങ്ങളൊന്ന് ആലോചിച്ചു. ഇവിടെയാണ് സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹുവിന്റെ ദീന് സ്വഹാബിമാരെ നിലനിർത്തിയപ്പോൾ അവരനുഭവിച്ച കഷ്ടതകൾ, അവരനുഭവിച്ച ത്യാഗങ്ങൾ എല്ലാം അനുഭവിക്കുന്ന ഒരു വിഭാഗമായിട്ടാണ് നമ്മൾ മാറിയിരിക്കുന്നത്. നമ്മുടെ ഈ പള്ളിക്കാർ മാറിയിരിക്കുന്നത്. അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുമ്പോൾ നിങ്ങളെപ്പറ്റി കുറ്റപ്പറയുന്നവരുണ്ടാകാം ഈ ദിക്ർജാഥയുടെ ആൾക്കാർ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് വരുന്ന പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും കേൾക്കുമ്പോൾ നിങ്ങളെപ്പറ്റി കബളിപ്പിക്കുന്നവരുണ്ടാകാം അന്നെ ജാമസ് എന്ന് പറയുന്ന ദിക്ർ ചൊല്ലിയ ആൾക്കാർ. സഹോദരന്മാരെ സഹോദരിമാരെ, നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും കേട്ടാൽ പതറിപ്പോകാവുന്നവരല്ല. ആ ഫലസ്തീനിലെ കുഞ്ഞിന്റെ ആത്മാവ് പറഞ്ഞതുപോലെ, മരിച്ചത് ഞാനല്ല നീയാണ് മുസ്ലിമേ എന്നുള്ള ആ വചനമുണ്ടല്ലോ, നമ്മൾ എത്ര ചിന്തിച്ചെന്നറിയുമോ? ശരിയല്ലേ? നമ്മൾ അവർക്ക് പിന്തുണ കൊടുക്കണമെങ്കിൽ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രവാചകന്മാരെ കാട്ടിത്തുന്ന ആ പാതയിലൂടെ സഞ്ചരിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അതുകൊണ്ട് സഹോദരന്മാരെ സഹോദരിമാരെ, എന്ത് പ്രതിസന്ധികൾ ഉണ്ടായാലും നമ്മൾ അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി, ക്രൂരമായി കൊല്ലപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ആരിലേക്ക് നമ്മൾ താരതമ്യം ചെയ്യണം? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് നമ്മൾ താരതമ്യം ചെയ്യണം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കഷ്ടപ്പാടിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നപ്പോൾ ഹൈറാത്തിന് വേണ്ടി മത്സരിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ പ്രാർത്ഥനകൾ ഹൈറാണ്. അതുപോലെ നന്മകളാകുന്ന നന്മകളെല്ലാം മറ്റുള്ളവരെ സഹായിക്കുന്നതും രോഗിയെ സന്ദർശിക്കുന്ന അതുപോലെയുള്ള നന്മകളിൽ നമ്മൾ മത്സരിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നേറുവാൻ നമ്മൾ ശ്രമിക്കണം. അതോടൊപ്പം തന്നെ തൗഹീദിന്റെ പാതയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ പല പരീക്ഷണങ്ങളും ഉണ്ടാകാം. രോഗങ്ങൾ കൊണ്ടുള്ള പരീക്ഷണങ്ങൾ അല്ലാഹു തരും, ഉറപ്പാണ്. അപ്പോൾ അടുത്തുള്ള ആൾക്കാർ എന്ത് പറയുന്നത്? കണ്ട, ആ പള്ളിയിൽ പോയിട്ട് അവിടെ പോകുന്നത് കൊണ്ടാ ഇതിനു മുമ്പ് നിനക്ക് രോഗമുണ്ടായിരുന്നു. സഹോദരന്മാരെ സഹോദരിമാരെ, ഒരിക്കലും നമ്മുടെ മനസ്സ് പതറിപ്പോകാൻ പാടില്ല. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ പോലെ, നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല കരുണ ചെയ്യുന്നവനെന്നായിരിക്കണം തൗഹീദ് മനസ്സിലാക്കിയവരുടെ മനസ്സിൽ നിന്ന് വരേണ്ട പ്രാർത്ഥനകൾ. അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിശ്വാസികളിൽ ഉൾപ്പെടുവാൻ വേണ്ടി. അതുപോലെ തന്നെ നിങ്ങളുടെ കച്ചവടം അല്ലാഹു ഒന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്തു ഇല്ലാത്ത രീതിയിലേക്ക് നോക്കും. അവിടെ നമ്മൾ വർത്താൻ പാടില്ല. കാരണം ഇത് അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. അല്ലാഹുവോട് വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ട് അടുക്കുന്ന വിശ്വാസികളിൽ നമ്മൾ ഉൾപ്പെടുവാൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി സഹോദരന്മാരെ സഹോദരിമാരെ, ഏത് സമയവും മക്കൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് നമുക്കറിയാം. ഏത് മക്കളാണ് ഉമ്മമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്തത്? അതുപോലെ തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. പ്രത്യേകിച്ച് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ 5 സമയത്തെ നിസ്കാരത്തിന് ശേഷവും പ്രാർത്ഥിക്കണം, അല്ലാത്തപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം എന്താ? ഈ കഴിഞ്ഞ ദിവസം വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ചില റിപ്പോർട്ടുകൾ വന്നു. നമ്മൾ പണ്ട് ആന്റിബയോട്ടിക് മരുന്നുകളൊക്കെ കൊടുക്കത്തില്ലായിരുന്നു. ആ മരുന്നുകൾക്ക് ഇന്ന് ശക്തിയില്ലാത്ത രീതിയിലാണ് പുതിയ ജനറേഷന്റെ ജീനുകളും വളർച്ച. അത്ഭുതകരമാണ്. 2023 ശേഷം ചില ആന്റിബയോട്ടിക് മരുന്നുകൾ നമ്മുടെ ചെറിയ മക്കൾക്ക് കൊടുത്തിട്ടുണ്ടല്ലോ. ആ മരുന്നുകള് അണുക്കളെ കൊല്ലാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് ബാക്ടീരിയകൾ പ്രതിരോധ ശക്തി
എടുത്തിരിക്കുക. നമ്മൾ പുതിയ പുതിയ ചില സെറ്റുകളെ കാണുന്നത് പോലെ ആ മരുന്നുകൾക്ക് ശക്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തി. അപ്പൊ എന്ത് ചെയ്യും? നമ്മുടെ ഈ ചില മരുന്നുകൾ പോലെ നമ്മുടെ മക്കൾക്ക് പിടിക്കാത്ത അവസ്ഥ വരും. അപ്പൊ രോഗം കൊണ്ട് നമ്മളിങ്ങനെ ബുദ്ധിമുട്ടുന്ന സാഹചര്യത്തിലേക്ക് വരും. കാരണം എല്ലാ ഫുഡ് ഐറ്റംസുകളും മാറിപ്പോയി. അതുകൊണ്ട് സഹോദരന്മാരെ പ്രത്യേകിച്ച് ഉമ്മമാര് നമ്മുടെ മക്കൾക്ക് കൊടുക്കുന്ന ഫുഡ് അത് നല്ല തൊയ്യബായിട്ടുള്ള ഹലാലൻ തൊയ്യബൻ എന്നുള്ള രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു തരുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുത്ത് രോഗപ്രതിരോധ ശക്തി ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. നമ്മൾ കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം. എപ്പോഴും നമ്മൾ പറയുന്നത് ഉപ്പമാര് മക്കൾക്ക് വേണ്ടി, അത് സാധാരണ മക്കൾ ചെയ്യുന്നുണ്ട്. തിരിച്ചുള്ള പ്രാർത്ഥന മക്കൾക്ക് കിട്ടണം. എങ്കിൽ മാത്രമേ നമ്മുടെ മക്കള് അല്ലാഹു കാക്കുകയുള്ളൂ. അങ്ങനെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉപ്പമാരിൽ നമ്മളെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാക്കും. സഹോദരന്മാരെ പല സഹോദരന്മാരും പല വിധത്തിലുള്ള രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുകയാണ്. എല്ലാ രോഗികൾക്കു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. രോഗികളെ സന്ദർശിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ദുആ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അങ്ങനെ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.